JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വാരഫലമാണ് മേടൻ രാശി മുതൽ കന്നി രാശി വരെ ഉള്ള 6 രാശിയിലെ ഫലം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. തുലാൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള 6 രാശിയിലെ വരുന്ന നക്ഷത്രങ്ങളുടെ ഫലമാണ് ഇപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അതായത് കന്നി 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെ, സെപ്റ്റംബർ 17 മുതൽ 23 വരെയുള്ള ഒരാഴ്ചത്തെ ഗുണദോഷ ഫലമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. തുലാൻ രാശിയെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. തുലാൻ രാശി എന്ന് പറയുമ്പോൾ ചിത്തിരയുടെ 3-4 പാദങ്ങൾ, ചോതി വിശാഖത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ, ഇതാണ് തുലാൻ രാശി. 12-ലാണ് സൂര്യൻ നിൽക്കുന്നത്. 12-ലെ സൂര്യൻ നഷ്ടസ്ഥാനത്താണ്. നല്ല കാര്യങ്ങൾ ചെയ്താലും അതിൻ്റെ ക്രെഡിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഫലം അത് ചെയ്യുന്നവർക്ക് കിട്ടില്ല. അതുകൊണ്ട് അത് 12-ാം ഭാവം എന്ന് പറയുന്ന നഷ്ടസ്ഥാനമായതുകൊണ്ട് പലതിൻ്റെയും നഷ്ടത്തെ നമുക്ക് പറയാം. നമ്മൾ പ്രയാസപ്പെട്ട എന്തെങ്കിലുമൊക്കെ ചെയ്താലും അത് നമ്മളാണ് ചെയ്തത് എന്ന ഒരു പ്രതീതി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അനുഭവം നമുക്ക് വരികയോ ചെയ്യത്തില്ല. അതുപോലെ ഇടത്തെ കണ്ണിന് ചെറിയ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ ഒക്കെ തോന്നാം. അനുസരണ ഇല്ലാതെയാണ് സ്വന്തമായി ഓരോന്നും ചെയ്യുന്നത്, പറഞ്ഞാൽ കേൾക്കില്ല എന്നൊക്കെയുള്ള പരാമർശങ്ങളും ഈ ആഴ്ചയിൽ ഉണ്ടാകാം. ചൊവ്വ 9-ലും, അതായത് ചൊവ്വ 9-ൽ നിൽക്കുന്നു. 9-ാം ഭാവാധിപൻ 12-ൽ നിൽക്കുന്നു. 9-ാം ഭാവാധിപൻ 12-ൽ നിൽക്കുക എന്ന് പറയുമ്പോൾ 12-ാം ഭാവം നഷ്ടസ്ഥാനമാണ്, വ്യയസ്ഥാനമാണ്. 9-ാം ഭാവം എന്ന് പറയുന്നത് ഭാഗ്യസ്ഥാനമാണ്, പിതൃസ്ഥാനമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഭാഗ്യദോഷം എന്ന് പറയാവുന്ന ഒരാഴ്ചയാണ്. ധനനഷ്ടം, കാര്യതടസ്സം, പരാജയം, ഇങ്ങനെയൊക്കെയുള്ള സാധ്യതയുള്ള ഒരു സമയമാണ് ഈ ആഴ്ച. 9-ാം ഭാവാധിപൻ ആഴ്ചയുടെ തുടക്കം ആദ്യ ദിവസങ്ങൾ 11-ലാണ്. അത് വളരെ നല്ല ഫലം തരുന്ന ഒരു രാശിയാണ് 11-ാം ഭാവം. അപ്പോൾ പല വിധത്തിലുള്ള ധനലാഭം വരാം, സുഖം, കാര്യജയം, മനസ്സന്തോഷം, അതുപോലെ ബന്ധുക്കളുടെ സഹായം, അങ്ങനെ പല ഗുണങ്ങളും 11-ാം ഭാവം കൊണ്ട് നമുക്ക് ലഭിക്കും. അത് 12-ലേക്ക് പോകുമ്പോൾ അതിൻ്റെ എല്ലാം നഷ്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആഴ്ച അവസാനം ആദ്യം പറഞ്ഞതുപോലെ അത്ര മെച്ചമല്ല. വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്നത് ചില പ്രയാസങ്ങളും തടസ്സങ്ങളും ഉണ്ടാക്കുമെങ്കിലും 11-ാം ഭാവത്തിൽ വ്യാഴം അംശകം ചെയ്ത് നിൽക്കുന്നുണ്ട്. അത് ഒരു നല്ല കാര്യമാണ്, നല്ല ഫലം ചെയ്യുന്നു. വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ അനുകൂലമാകാനും കാര്യലാഭം ഉണ്ടാകാനും ഒക്കെയുള്ള സാധ്യത വരുന്നുണ്ട്. ഈ വ്യാഴത്തിൻ്റെ 11-ാം ഭാവത്തിലെ അംശക ശുക്രൻ 17-ാം തീയതി വരെ നീചരാശിയിലായിരുന്നു. അത് നല്ലതല്ല. എന്നാൽ 18-ാം തീയതി മുതൽ സ്വക്ഷേത്രത്തിലാണ്, അതായത് തുലാൻ രാശിയിലാണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ ജന്മത്തിൽ ശുക്രൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ് ശുക്രനെ സംബന്ധിച്ചിടത്തോളം. മൃഷ്ടാന്ന ലാഭം, ഭാര്യാസുഖം, ശയനസുഖം, വസ്ത്രാഭരണ ലാഭം, ധനലാഭം, അങ്ങനെ ഭൗതിക സുഖങ്ങൾക്കും സൗകര്യങ്ങൾക്കും ഒന്നും ഒരു കുറവും ഉണ്ടാവുകയില്ല. ശുക്രനെ സംബന്ധിച്ച് പ്രധാനമായും ഉള്ളത് സുഖസൗകര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒരു ഗ്രഹമാണ്. ധാരാളം സന്തോഷവും സുഖവും ഭൗതിക സൗകര്യങ്ങളും കലാപരമായ കഴിവുകളും ഒക്കെ തരുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ. 5-ാം ഭാവത്തിലെ ശനി മനപ്രയാസം ഉണ്ടാക്കും. കാരണം 5-ാം ഭാവം മനസ്സാണ്. ശനി ദുഃഖകാരകനുമാണ്. അതുകൊണ്ട് തന്നെ പല പ്രയാസങ്ങളും ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടുമിരിക്കും. 7-ലെ ശനി നീചത്തിൽ അംശം ചെയ്യുന്നതും നല്ലതല്ല. കാരണം 7-ാം ഭാവം എന്ന് പറയുമ്പോൾ കളത്രസ്ഥാനവും മാർഗസ്ഥാനവും ഒക്കെയാണ്. അവിടെ ശനി അംശം ചെയ്ത് നീചത്തിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ അത്തരം കാര്യങ്ങളിലും നമുക്കൊരു നല്ല അനുഭവം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഇതിനൊക്കെ പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ, ശനിയുടെ ദോഷത്തിന് ശാസ്താവിൻ്റെ പ്രീതിപ്പെടുത്തുക, ക്ഷേത്രദർശനം നടത്തുക, നീരാഞ്ജനം നടത്തുക, കർപ്പൂരം കത്തിക്കുക, പ്രാർത്ഥിക്കുക, ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക, ഇങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അതുപോലെ സൂര്യൻ ശിവനാണ്. അപ്പോൾ ശിവനെ സംബന്ധിക്കുന്ന കാര്യത്തിലും ശിവക്ഷേത്രത്തിൽ പോവുക, ധാരയോ കൂളമാലയോ ഒക്കെ സമർപ്പിക്കുക, അർച്ചന നടത്തുക, അവിടെയും പ്രാർത്ഥനയൊക്കെ നടത്തുക, ഇതൊക്കെ തന്നെ ഈ ദോഷങ്ങളില്ലാതാകാനും സഹായിക്കും. അതുപോലെ ശനിയാഴ്ച വ്രതവും ഞായറാഴ്ച വ്രതവും അനുഷ്ഠിക്കുന്നു, ഏതെങ്കിലും ഒരു വ്രതം അനുഷ്ഠിക്കുന്നതും ദോഷഫലങ്ങൾക്ക് കുറവ് വരികയും അത് കുറേയൊക്കെ നമുക്ക് അനുകൂലമായി തീരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അതാണ് തുലാൻ രാശിയുടെ ഈ ആഴ്ചത്തെ ഫലം. ഇനി വൃശ്ചികൻ രാശിയിലേക്ക് പോകുമ്പോൾ, വൃശ്ചികൻ രാശി എന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ 4-ാം പാദം, അനിഴം, കേട്ട, ഇതാണ് വൃശ്ചികൻ രാശി. 11-ലാണ് സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവിധ ഗുണവും സൂര്യൻ നൽകും.
കാരണം 11-ാം ഭാവം എന്ന് പറയുന്ന ആഗമന സ്ഥാനമാണ്, നമുക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങോട്ട് കിട്ടുന്ന ഒരു സ്ഥാനമാണ്. അപ്പോൾ ഐശ്വര്യം, ധനലാഭം, കാര്യവിജയം, നല്ല കാര്യങ്ങൾക്ക്, അതായത് ശുഭകർമ്മങ്ങൾക്ക് ഫലസിദ്ധി ഉണ്ടാകും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതിനൊക്കെ ഫലം ലഭിക്കുന്ന ഒരു സ്ഥാനം കൂടിയാണ് 11. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ആരോഗ്യ പ്രശ്നം ഉള്ളവർക്ക് അതിൻ്റെ ഒരു ആശ്വാസവും ലഭിക്കും. എന്നാലും അഷ്ടമത്തിൽ ചൊവ്വ നിൽക്കും. അപ്പം അങ്ങനെ അഷ്ടമത്തിലെ ചൊവ്വ അപകടം, രക്തദൂഷ്യം, വ്രണം, മുറിവ്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനും അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം വരാം. അത് മനപ്രയാസവും ഉണ്ടാകും. 7-ാം ഭാവം അത് മാർഗസ്ഥാനം കൂടിയാണ്. അപ്പോൾ 7-ലെ വ്യാഴം ഈശ്വരവിശ്വാസവും അതുപോലെ ഈശ്വരാധീനമൊക്കെ ഉള്ളവർക്ക്, നാമജപവും ദൈവവിശ്വാസവും ഒക്കെ ആയി ജീവിക്കുന്നവർക്ക് ഈശ്വര കടാക്ഷത്താൽ അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹത്താൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ അതിനെയൊക്കെ തരണം ചെയ്യാനും സാധിക്കും. വാക്സാമർത്ഥ്യം, ബുദ്ധിസാമർത്ഥ്യം, കാര്യലാഭം, കളത്രസുഖം, ഇതെല്ലാം 7-ൽ നിൽക്കുന്ന വ്യാഴം കർമ്മസ്ഥാനം ബുധനാണ്. വ്യാഴം അംശകം ചെയ്ത് 10-ാം ഭാവത്തിൽ നിൽപ്പുണ്ട്. അങ്ങനെ വരുമ്പോഴും കർമ്മഗുണവും ധനലാഭവും ശത്രുനാശവും വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിയും, ബുധൻ വിദ്യാകാരകനാണല്ലോ, ഇങ്ങനെ പല ഗുണവും ആ ഭാഗം കൊണ്ടും 10-ാം ഭാവം കൊണ്ടും ലഭിക്കുന്ന ആഴ്ചയാണ്. ആഴ്ചയുടെ അവസാനം 11-ൽ ബുധൻ ഉച്ചത്തിൽ വരുന്നത്, അതായത് 23-ാം തീയതി മുതൽ വിദ്യ കൊണ്ട് പല വിധത്തിലുള്ള ഉയർച്ചയും ധനലാഭവും കാര്യവും പുരോഗതിയും പ്രസിദ്ധിയും അതുപോലെ അങ്ങനെയൊക്കെ ലഭിക്കുന്ന ഒരു സ്ഥാനമാണ് 11-ാം. 5-ാം ഭാവാധിപനാണ് വ്യാഴം. അപ്പോൾ 5-ാം ഭാവാധിപനായ വ്യാഴം 7-ാം ഭാവത്തിൽ വരിക എന്ന് പറഞ്ഞാൽ സന്താനങ്ങളുടെ കാര്യത്തിലും ഗുണമുണ്ടാകും. അവരുടെ വിദ്യാഭ്യാസ പുരോഗതി, ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് അതിൻ്റേതായ മെച്ചം, അതുപോലെ ബുദ്ധിയും മനസ്സന്തോഷവും അങ്ങനെയൊക്കെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. 5-ാം ഭാവം എന്ന് പറഞ്ഞാൽ മനസ്സിന് സന്തോഷം തരും. അതുപോലെ തന്നെ 5-ാം ഭാവം ബുദ്ധിസ്ഥാനം കൂടിയാണ്. വ്യാഴവും അതിൻ്റെ ഒരു സൂചനയാണ് നൽകുന്നത്. അപ്പോൾ അത്തരത്തിലൊക്കെ ഉള്ള കഴിവും പഠിക്കാനുള്ള ഒരു ഉത്സാഹവും നല്ല റിസൾട്ടും ഒക്കെ ലഭിക്കുകയും ചെയ്യും. 12-ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നതെങ്കിലും 12-ാം ഭാവം പല പ്രാവശ്യവും പറഞ്ഞ് നഷ്ടസ്ഥാനമാണ്, വ്യവസ്ഥാനമാണ്. പക്ഷേ ശുക്രനെ സംബന്ധിച്ചിടത്തോളം അത് യാതൊരു കുറവും വരുത്തുന്നില്ല എന്നുള്ളതാണ്. കാരണം 12-ാം ഭാവത്തിൽ ശുക്രൻ വരിക എന്ന് പറഞ്ഞാൽ അത് ഇഷ്ടഭാവമാണ്, ശുക്രൻ്റെ നല്ല ഭാവം തന്നെയാണ്. സുഖ സൗകര്യങ്ങൾക്കൊന്നും ഒരു കുറവും വരുത്തുകയില്ല എന്നുള്ളത്. പിന്നെ കണ്ടകശനിയുടെ കാലമാണ്. അപ്പോൾ കണ്ടകശനി എന്ന് പറയുമ്പോൾ 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി മൂലക്ഷേത്രമാണെങ്കിലും 6-ാം ഭാവത്തിൽ അംശയം ചെയ്യുന്നുണ്ട്. അപ്പോൾ 6-ാം ഭാവത്തിൽ അംശയം ചെയ്യുക എന്ന് പറയുമ്പോൾ മേടൻ രാശിയിൽ നീചരാശിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. വാദസംബന്ധമായ പ്രശ്നങ്ങൾ, കാലിന് എന്തെങ്കിലുമൊക്കെ വിഷമതകൾ, അതുപോലെ ശിരോരോഗം, ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളൊക്കെ സ്വാഭാവികമായിട്ടും വരും. അപ്പോൾ അതിനൊക്കെ ശനിയെ ഭജിക്കുക, ശാസ്താവിനെ ഭജിക്കുക, ശിവക്ഷേത്രത്തിലോ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിലോ പോവുക, വഴിപാടുകളൊക്കെ നടത്തുക, ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഈ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ വളരെയേറെ സഹായിക്കുകയും ചെയ്യും. ധനുരാശിയിലേക്ക് പോകുമ്പോൾ, ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ 1-ാം പാദം, അതാണ് ധനുരാശി. അപ്പോൾ ധനുരാശിക്കാർക്ക് സൂര്യൻ കർമ്മസ്ഥാനത്താണ് നിൽക്കുന്നത്, 10-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് കാര്യമായാലും കർമ്മഗുണം സിദ്ധിക്കും. കർമ്മസ്ഥാനം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി സ്ഥാനമാണല്ലോ. അപ്പം നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും, നല്ല കാര്യങ്ങൾ, നല്ല ഉദ്ദേശത്തോടു കൂടി ഏത് കാര്യം ചെയ്താലും അതിൻ്റെ എല്ലാം ഫലം ലഭിക്കുന്ന ഒരു സ്ഥാനമാണ് ഈ 10. കാര്യജയം, ധനലാഭം, അതുപോലെ ജോലിയിൽ പുരോഗതി, സർക്കാർ സംബന്ധമായ ജോലിയാണെങ്കിൽ അതിൽ പ്രമോഷൻ ലഭിക്കാം, അതുപോലെ കരാർ ജോലിയാണെങ്കിൽ അതുവഴിയുള്ള ധനലാഭം ഉണ്ടാകാം. അപ്പോൾ കാര്യലാഭവും ഉയർച്ചയും, പ്രത്യേകിച്ച് സൂര്യൻ്റെ കേന്ദ്രത്തിൽ 10-ൽ ചൊവ്വ വരുന്നത് ജോലി സംബന്ധമായ കാര്യത്തിലൊക്കെ നല്ല മെച്ചമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ജന്മരാശിയുടെ 7-ൽ ചൊവ്വ വരുന്നത് കളത്രവുമായി കലഹവും ശിരോരോഗമോ തോള കഴുത്ത ഭാഗങ്ങളിൽ പ്രശ്നമോ വരാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. സൂര്യൻ്റെ 10-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് നല്ലതാണ്. പക്ഷേ 7-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭാര്യാഭർത്തൃ ബന്ധത്തിന് ചില വിഷമതകളൊക്കെ ഉണ്ടാകാം. ഒന്നുകിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗമാകാം, അല്ലെങ്കിൽ ചൊവ്വ കലഹത്തെ സൂചിപ്പിക്കുന്നതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോരാട്ടത്തെ സൂചിപ്പിക്കുന്നതാണ്, വാക്കുതർക്കത്തെ അങ്ങനെ പലതും പറയും. അതുപോലെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഉദരവ്യാധി, അതും നമുക്ക് തള്ളിക്കളയാനൊന്നും സാധിക്കില്ല. ചിലപ്പോൾ ഉദരവ്യാധിയും വരാം, അതിനുള്ള സാധ്യതയും, ഇതെല്ലാം സാധ്യതയാണ്, അതിനുള്ള സാധ്യതയും ഈ ആഴ്ചയിൽ ധനുരാശിക്കാർക്കുണ്ടാകും. ബുധൻ 9-ാം ഭാവത്തിൽ നിൽക്കുന്നത്
അതും അത്ര മെച്ചമെന്ന് പറയാനൊന്നുമില്ല. ആഴ്ചയുടെ അവസാന ഉച്ചരാശിയായ കന്നിയിൽ 10 വരുന്നത് നല്ല ഒരു ഭാവത്തിലാണ്. കർമ്മഗുണവും ധനലാഭവും വിദ്യ കൊണ്ടും അതുപോലെ തന്നെ ഏത് രീതിയിൽ നോക്കിയാലും അത് വളരെ മെച്ചം തരുന്ന ഒരു ഭാവമാണ്. വ്യാഴം ശത്രുസ്ഥാനത്താണ്, 6-ാം ഭാവത്തിലാണ്. അത് സ്വാഭാവികമായും ധനുരാശിക്കാർക്ക് ദൈവാധീന കുറവുണ്ടാക്കും. എന്നാൽ 9-ൽ ചിങ്ങൻ രാശിയിൽ വ്യാഴം അംശകം ചെയ്ത് നിൽക്കുന്നുണ്ട്. അത് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസത്തിന് വക നൽകുന്ന ഒരു കാര്യമാണ്. കാരണം 6-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം നമുക്ക് ഗുണമല്ല, പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതാണ്. ശത്രുസ്ഥാനത്താണ്, ദൈവാധീനം ഇല്ല എന്ന് പറയും. നമ്മൾ എന്ത് ചെയ്താലും അതെല്ലാം തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യം വരാം. പക്ഷെ അത് 9-ാം ഭാവത്തിൽ അംശകം ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് പല കാര്യത്തിലും അതിൻ്റെ ഒരു ഗുണം ലഭിക്കാം. ദോഷഫലം, 6-ലെ വ്യാഴത്തിൻ്റെ ദോഷഫലം ഒന്ന് കുറയാനും കുറച്ചൊക്കെ നമുക്ക് അനുകൂലമായി ചില ഗുണങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യത വരുന്നുണ്ട്. അത് ധനലാഭമാകാം. 9-ാം ഭാവം സന്താനങ്ങളെയും സൂചിപ്പിക്കുന്നതാണ്, അതുപോലെ തന്നെ ഗുരുജനങ്ങളെ സൂചിപ്പിക്കുന്നതാണ്, പിതൃസ്ഥാനീയരായ ആൾക്കാരെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരുടെ സഹായങ്ങളും അനുഗ്രഹങ്ങളും അതെല്ലാം ലഭിക്കാവുന്ന ഒരാഴ്ചയാണ്. ശനി 3-ാം ഭാവത്തിൽ, ശനി 3-ൽ മൂലത്രികോണ രാശിയിൽ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ശനി നല്ല ഭാവത്തിലാണ്. ശനിയെ സംബന്ധിച്ച് ദോഷമൊന്നും പറയാനില്ലാത്ത ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ഒരു ഭാവമാണ് ഈ 3, 6, 11 പാവഗ്രഹങ്ങൾ. ശനി 5-ാം ഭാവത്തിൽ ശനി നീചരാശിയിൽ അംശകം ചെയ്യുന്നുണ്ട്, മേടൻ രാശി. അത് സ്വാഭാവികമായിട്ടും മാനസിക പ്രയാസം ഉണ്ടാക്കും. എന്തെല്ലാം ഉണ്ടായാലും, എന്തൊക്കെ ഗുണങ്ങളുണ്ടായാലും മനസ്സിനൊരു സ്വസ്ഥതയോ സുഖമോ ഇല്ലാത്ത ഒരു സാഹചര്യം ഈ ആഴ്ച ഉണ്ടാക്കുന്നതാണ് ഈ 5-ാം ഭാവത്തിലെ ശനിയുടെ ദൃഷ്ടി. മകരൻ രാശിയിലേക്ക് നോക്കുമ്പോൾ, മകരൻ രാശി എന്ന് പറയുമ്പോൾ ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടത്തിൻ്റെ 1, 2 പാദങ്ങൾ ചേരുന്നതാണ് മകരൻ രാശിക്കൂറുകാർ. സൂര്യൻ 9-ൽ നിൽക്കുന്നത് നല്ല ഫലമൊന്നും തരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പിതൃസ്ഥാനീയരായിട്ടുള്ളവർക്കും അതുപോലെ തന്നെ സന്താനങ്ങൾക്കും ഇവർക്കൊക്കെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ആരോഗ്യ വിഷയങ്ങളൊക്കെ, പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാം. അതുപോലെ തന്നെ മനപ്രയാസം വരാം. 9-ാം ഭാവം ഭാഗ്യസ്ഥാനമാണ്. ഭാഗ്യദോഷം എന്ന് പറയാവുന്ന ചില സംഭവങ്ങളോ സംഗതികളോ ഒക്കെ വരാം. 6-ൽ നിൽക്കുന്ന ചൊവ്വ അത് വളരെ നല്ല ഫലം തരും എന്നുള്ളതാണ്. 6-ലെ ചൊവ്വ സഹോദര ഗുണം നൽകും. അതുപോലെ തന്നെ ശത്രുക്കളുമായി അകന്നു നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും. ഭൂമി ലാഭവും സ്വർണ്ണ ലാഭവും അങ്ങനെയൊക്കെയുള്ള ഗുണം ലഭിക്കുകയും ചെയ്യും. അതായത് ഭൂമി സംബന്ധമായ കാര്യത്തിൽ ഗുണമുണ്ടാകും എന്ന് പറഞ്ഞത് ഭൂമി വിൽക്കാനോ വാങ്ങാനോ അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്ക്, അതുപോലെ ഭൂമി കാണിച്ച് ലോൺ എടുത്തെന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ സാധിക്കാനിരിക്കുന്നവരെ, ഓഹരി വിപണിയിൽ ഓഹരി കച്ചവടങ്ങൾ, അതുപോലെ ഷെയർ മാർക്കറ്റ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ, അതുപോലെ സ്വർണം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തിരിച്ചു കിട്ടില്ല, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും, അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അതൊക്കെ തിരിച്ചു കിട്ടുന്ന ഒരു ആഴ്ചയായിട്ട് വരാം. അതുപോലെ ഭൂമി പ്രതീക്ഷിക്കാതിരിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഭൂമി സംബന്ധമായ ലാഭം ഉണ്ടാകാം. ഒരുപക്ഷെ ഷെയറായിരിക്കാം, അല്ലെങ്കിൽ കുറേ കാലമായി ആഗ്രഹിച്ച കാര്യമായിരിക്കാം, എവിടെയെങ്കിലും ഇച്ചിരി വസ്തു വാങ്ങിക്കണമെന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അത്യാവശ്യത്തിന് കുറേ കാലമായിട്ട് വിറ്റിട്ട് കാര്യം സാധിക്കണമെന്ന് വിചാരിച്ചായിരിക്കാം. ഏതായാലും അത്തരത്തിലൊക്കെയുള്ള പ്രയോജനങ്ങളൊക്കെ ഉണ്ടാകും. ആഴ്ചയുടെ തുടക്കത്തിൽ 8-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ കാര്യജയവും വസ്ത്രലാഭവും സന്തോഷവും അങ്ങനെയൊക്കെയുള്ള ചില ഗുണങ്ങളൊക്കെ ഉണ്ടാക്കും എന്നുള്ളതാണ്. ആഴ്ചയുടെ അവസാനം അത്ര മെച്ചമല്ല. അതുപോലെ 5-ലെ വ്യാഴം, 5-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം വളരെ നല്ലതാണ്. 5-ാം ഭാവം എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, സന്താനങ്ങളെ സംബന്ധിച്ച് വിദ്യാഭ്യാസപരമായിട്ടൊക്കെ പ്രയോജനം ഉണ്ടാകുന്ന ഒരു സാഹചര്യം, പുത്രലാഭം, സ്ത്രീലാഭം, ഗ്രഹലാഭം, മനോസുഖം, ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കെല്ലാം വളരെ മെച്ചമുള്ള ഒരു കാര്യമാണ്. അഷ്ടമത്തിൽ അംശകം ചെയ്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ വരുന്നത് സ്വാഭാവികമായും ചില തടസ്സങ്ങളെയും ചില പ്രയാസങ്ങളെയും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ശുക്രൻ കർമ്മസ്ഥാനത്ത് വരുന്നത് 10-ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. സ്ത്രീകൾക്കും സുഖത്തിനും അതൊരു ചെറിയ തടസ്സമായിട്ട് വരാം. അതുപോലെ തന്നെ കലഹസാധ്യതയും. ശുക്രൻ സ്വക്ഷേത്ര ബലവാനായതുകൊണ്ട് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. കുറേയൊക്കെ
സുഖാനുഭവങ്ങളും കുറച്ചൊക്കെ നല്ല അനുഭവങ്ങളും ഒക്കെ ഉണ്ടാകും. എന്നാൽ അത്ര മെച്ചമോ അത്ര മോശമോ എന്ന് പറയാനുള്ള ഒരു സാഹചര്യമില്ല. 2-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് കുടുംബത്തിൽ ചില പ്രയാസങ്ങളും അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട്, വാക്ക് തർക്കങ്ങൾ, അല്ലെങ്കിൽ സംസാരിച്ച് ചിലപ്പോൾ മുഷിയേണ്ട കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങളൊന്നും പാലിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം, ഇങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ വാക്കിന് വിലയില്ല എന്നൊക്കെ ഉള്ള ഒരു സാഹചര്യം വരുന്ന ചില സംഭവങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഈ വിഷയങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല ശിവക്ഷേത്രത്തിൽ ശിവനെ ആരാധിക്കുകയും ധാര നടത്തുകയോ അല്ലെങ്കിൽ പുറകിൽ വിളക്ക്, കൂവളമാല, ഇങ്ങനെയൊക്കെയുള്ള വഴിപാടൊക്കെ നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കുകയും ഞായറാഴ്ച വ്രതമൊക്കെ അനുഷ്ഠിക്കുകയൊക്കെ ചെയ്താൽ കുറേയൊക്കെ ദോഷങ്ങളൊക്കെ മാറി നല്ല അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇനി കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ, കുംഭൻ രാശി എന്ന് പറയുമ്പം അവിട്ടത്തിൻ്റെ 3-4 പാദങ്ങളും ചതയം, പൂരിട്ടാതി 1, 2, 3 പാദങ്ങളുമാണ് കുംഭൻ രാശിക്കാർക്ക് വരുന്നത്. അഷ്ടമത്തിലാണ് സൂര്യൻ. സർക്കാർ സംബന്ധമായ ജോലി ചെയ്യുന്നവർക്ക് നല്ല സമയമല്ല. ശത്രുതയും ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു ഓഫീസിൽ തന്നെ ജോലി ചെയ്യുന്നവരായാലും അല്ലെങ്കിൽ ഒന്നിച്ച് കരാർ ജോലിയോ മറ്റേതെങ്കിലും തരത്തിലുള്ള ജോലിയോ ചെയ്യുന്നവരായാലും പരസ്പരം അത്ര കണ്ട് സുഖകരമായ ഒരവസ്ഥയിലായിരിക്കത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നീരസവും ചില ഭാരവെപ്പുകളും ഒക്കെ അതിനകത്ത് ഉണ്ടാകാനും സാധ്യതയുണ്ട്. 5-ാം ഭാവത്തിലെ ചൊവ്വ എന്ന് പറയുമ്പോൾ മാനസിക പ്രയാസങ്ങൾ വരിക, ടെൻഷൻ വരിക എന്ന് പറഞ്ഞാൽ സംഘർഷാവസ്ഥ എന്നാണ്. ചൊവ്വയുടെ ഒരു പ്രത്യേകത തന്നെ ധൈര്യം, വീര്യം, പരാക്രമം, പോരാട്ടം, എതിർപ്പ്, ഇതൊക്കെയാണ്. അപ്പം മനസ്സിന് എന്ത് ചെയ്യണം എന്നുള്ള അറിയാൻ വയ്യാതെ ആകപ്പാടെ ഒരു ടെൻഷനിൽ നിൽക്കുന്ന ഒരു സമയം. അതുപോലെ തന്നെ ചില സമയത്ത് മനസ്സിൻ്റെ ആ നിയന്ത്രണം പോലും നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്ന് വരാം. സന്താനങ്ങൾക്കും ചില പ്രയാസങ്ങളൊക്കെ വരാം, രോഗങ്ങളൊക്കെ ഉണ്ടാകാം. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഈ ആഴ്ച വരാം. ബുധൻ 7-ാം ഭാവത്തിൽ നിൽക്കുന്നത് അതും ചില കലഹ സൂചനയൊന്നോ അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ അത്ര മെച്ചമല്ലാത്ത ഒരു സാധ്യതയൊക്കെ പറയാം. 7-ാം ഭാവം എന്ന് പറയുമ്പോൾ കളത്ര സ്ഥാനം കൂടിയാണ്, പാർട്ട്ണറുടെയും കൂടി സ്ഥാനമാണ്, മാർഗസ്ഥാനമാണ്. അപ്പോൾ യാത്ര കൊണ്ടും കാര്യമായ പുരോഗതി ഉണ്ടാകണമെന്നൊന്നുമില്ല. അതുപോലെ തന്നെ ചില കാര്യത്തിലൊക്കെ പാർട്ട്ണർമാരുമായിട്ടൊക്കെ അല്ലെങ്കിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ചില ഭിന്നതയോ അങ്ങനെയൊക്കെയുള്ള ചില നീരസങ്ങളൊക്കെ വരാനും സാധ്യതയുണ്ട്. വ്യാഴം 7-ാം ഭാവത്തിൽ അംശം ചെയ്തു വരുന്നതാണ് ഇതിനകത്തിലെ ഏറ്റവും നല്ലത് എന്ന് പറയാവുന്ന ഒരു കാര്യം. കാരണം 7-ാം ഭാവം എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും അത് നമ്മുടെ കളത്രത്തെയും ഭാര്യാഭർത്തൃ ബന്ധത്തെയും മാർഗസ്ഥാനത്തെയും യാത്രയൊക്കെ സൂചിപ്പിക്കുന്നു. അപ്പോൾ 7-ാം ഭാവത്തിൽ വ്യാഴം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഉണ്ടായാലും അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൊണ്ട് സാധിക്കേണ്ട കാര്യം 1, 2, 3 പ്രാവശ്യം പോയാലും അത് സാധിക്കാനുള്ള ഒരു സാഹചര്യം ചിലപ്പോൾ ഉണ്ടായെന്ന് വരും. അതാണ് യാത്ര കൊണ്ട് പറയത്തക്ക ഗുണമുണ്ടാകത്തില്ല എന്നാദ്യം പറഞ്ഞെങ്കിലും അത് ഒറ്റയടിക്ക് സാധിച്ചില്ലെങ്കിലും പിന്നീട് സാധിക്കാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ എല്ലാ പ്രശ്നങ്ങളും, അതായത് വ്യാഴത്തിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ മറ്റെന്തിൻ്റെ പ്രശ്നമോ ദോഷമോ ഉണ്ടെങ്കിലും അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു പവർ വ്യാഴത്തിനുണ്ട്. അപ്പോൾ 7-ാം ഭാവത്തിൽ അംശകം ചെയ്തു വരുന്ന ഈ ആഴ്ച ആയതുകൊണ്ട് വ്യാഴം അത് കുറേയൊക്കെ പരിഹരിക്കും എന്നുള്ള, അത് ഈശ്വരാധീനം കൂടി ഉള്ളവരെ സംബന്ധിച്ചാണെങ്കിൽ അത് ഒരുപാട് ഗുണമുണ്ടാവുകയും ചെയ്യും. കാരണം വ്യാഴം ആത്മീയതയും ഒരു ഈശ്വരവിശ്വാസത്തെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ പങ്കാളിയുടെ ഷെയർ സംബന്ധിച്ച വിഷയത്തിലും പരിഹാരം ഉണ്ടാകും. 7-ാം ഭാവം എന്ന് പറയുമ്പോൾ പങ്കാളിയെ സംബന്ധിക്കുന്ന കാര്യത്തിൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും വിഷയങ്ങൾ കിട്ടാനോ കൊടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനും പരിഹാരമൊക്കെയാണ്. വിദ്യാഭ്യാസ സംബന്ധമായ അനിശ്ചിതത്വമൊക്കെ മാറും. ബന്ധുക്കളുമായുള്ള അകൽച്ച കുറയും. 4-ാം ഭാവത്തിലെ വ്യാഴം ഗോചരത്തിൽ അത്ര വലിയ മെച്ചമൊന്നും തരത്തുമില്ല. കാരണം 7-ാം ഭാവത്തിൽ അംശം ചെയ്ത് നിൽക്കുന്നത് പോലെയല്ല 4-ാം ഭാവത്തിൽ വരുന്ന വ്യാഴം. എങ്കിലും അത് കുറേയൊക്കെ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ സഹായിക്കും. കണ്ടകശനിയും 2-ലെ രാഹുവും സാമ്പത്തികമായും കുടുംബപരമായും അത്ര മെച്ചമല്ലാത്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. പലപ്പോഴും വാക്ക് പാലിക്കാൻ പറ്റാതെ വരാം. അതുപോലെ സംസാരിക്കുന്ന രീതി അത്ര ശരിയല്ല എന്നൊക്കെ എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തി സംസാരിക്കുക, കുത്തുവാക്കുകൾ പറയുക, അങ്ങനെയൊക്കെ വരാം. ഇതൊക്കെ ഒന്ന് നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്താൽ ഈ ആഴ്ച വളരെ ഭംഗിയായിട്ട് തന്നെ പോകും. അത്ര വലിയ മെച്ചമൊന്നും ഉണ്ടായില്ലെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ സന്തോഷമായിട്ടൊക്കെ പോകാൻ സാധിക്കും. ശനിദോഷവും രാഹു ദോഷവുമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം. അപ്പോൾ ശനിയുടെ ദോഷത്തിന് ശാസ്താവിനെയോ ശിവനെയോ
ക്ഷേത്രത്തിൽ പോവുക, വഴിപാട് നടത്തുക, പ്രാർത്ഥിക്കുക. രാഹുവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ സർപ്പക്ഷേത്രങ്ങളിൽ പോയി നൂറും പാലും ഒക്കെ നടത്തി അവിടെ പ്രാർത്ഥനയൊക്കെ നടത്തിയാൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കും. മീനൻ രാശിയെ സംബന്ധിച്ച് പറയുമ്പോൾ മീനൻ രാശിക്കൂറെന്ന് പറഞ്ഞാൽ പൂരിട്ടാതി 4-ാം പാദം ഉത്തിരട്ടാതി രേവതി. മീനൻ രാശിക്കൂറുകാർക്ക് 7-ലാണ് സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ അലച്ചിലും യാത്രയും ഉദരവ്യാധിയും അതുപോലെ പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നവും എന്തിനും ഒരു ഉന്മേഷമില്ലാത്ത അവസ്ഥയും അതുപോലെ തന്നെ വയറിന് എന്തെങ്കിലുമൊക്കെ ഉദരവ്യാധി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും അതിനൊക്കെയുള്ള സാധ്യതയുള്ള ആഴ്ചയാണ്. 4-ലെ ചൊവ്വ 4-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കാന്ന് പറയുമ്പോൾ 4-ാം ഭാവം വീട്, വാഹനം, അമ്മ, ബന്ധുക്കാരെ ഇങ്ങനെയൊക്കെ വരുമല്ലോ. അപ്പോൾ വീട്ടിലെ അഭിപ്രായ വ്യത്യാസത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ 4-ലെ ചൊവ്വ. പല കാര്യത്തിലും ഒരു ഒത്തൊരുമ ഉണ്ടാവുകയില്ല. മാതാവുമായും വീട്ടുകാരുമായിട്ടൊന്നും നല്ലൊരു ബന്ധം ഉണ്ടാകാനും സാധ്യത കുറവാണ് ഈ ആഴ്ച. യാത്ര കൊണ്ട് എന്തെങ്കിലും മെച്ചം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ അതിലും അത്ര വലിയ മെച്ചമൊന്നും ഉണ്ടാവുകയില്ല. വാഹന സംബന്ധമായ കാര്യത്തിലും നല്ല സമയമല്ല. യാത്ര കൊണ്ടും അതുപോലെ തന്നെ വാഹനം കൊണ്ടും മെച്ചമുണ്ടാകത്തില്ല എന്ന് തന്നെ പറയാം. ലഗ്നത്തിലാണ് രാഹു നിൽക്കുന്നത്. അത് ശാരീരിക പ്രശ്നങ്ങൾക്കും വഴിയുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് രാഹു എന്ന് പറയുമ്പം അതെല്ലാം ലഹരി ഉപയോഗത്തെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 6-ലെ ബുധൻ അത്ര വലിയ മെച്ചമൊന്നും ചെയ്യത്തില്ല. കാരണം 6-ാം ഭാവത്തിൽ ബുധൻ നിൽക്കുക എന്ന് പറയുമ്പോൾ പറയുന്ന കാര്യങ്ങൾ ബുദ്ധിശൂന്യമായ കാര്യങ്ങൾ വരാം, ബന്ധുക്കളുമായി അകൽച്ച വരാം, അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ ഭിന്നതകൾ വരാം. പല കാര്യങ്ങളിലും അതുപോലെ അമ്മാവന്മാരെ, ബന്ധുക്കാരെ, അമ്മയുടെ വീട്ടുകാരെ ഇവരുമായിട്ടും വീട്ടിലും പൊതുവെ അത്ര ഒരു സുഖകരമായ ഒരു സാഹചര്യം ഉണ്ടാകണമെന്നില്ല. 3-ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. 6-ാം ഭാവത്തിൽ അംശകം ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ 3-ലും 6-ലും വ്യാഴം വരുന്നത്. 6-ാം ഭാവത്തിൽ വ്യാഴം 3-ാം ഭാവത്തിൽ വ്യാഴം വരിക എന്ന് പറയുമ്പോൾ തന്നെ 3-ാം ഭാവം മുറ വിളിക്കും എന്നൊക്കെ പറയും. നമുക്ക് വളരെയേറെ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഒരു ഭാവമാണ് 3-ലെ വ്യാഴം. അതുപോലെ തന്നെ 6-ാം ഭാവത്തിൽ അംശകം ചെയ്ത് വ്യാഴം നിൽക്കുക എന്ന് പറഞ്ഞാലും അതും ശത്രുസ്ഥാനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈശ്വരാധീനം ഇല്ലാത്ത ഒരവസ്ഥയും തലതിരിഞ്ഞ ബുദ്ധിശൂന്യമായ പെരുമാറ്റവും പല പ്രശ്നങ്ങൾക്കും വഴിയുണ്ടാക്കും. 8-ൽ നിൽക്കുന്ന ശുക്രൻ, 8-ാം ഭാവം ശുക്രൻ എന്ന് പറയുമ്പോൾ സുഖത്തിൻ്റെ ആളാണല്ലോ. അപ്പോൾ വഴിവിട്ട സുഖങ്ങൾക്ക് താല്പര്യം കൂടും. അഷ്ടമത്തിലായാലും ശുക്രന് സുഖത്തിന് കുറവൊന്നും വരുത്തത്തില്ല. അപ്പോൾ ഏത് കാര്യത്തിലാണോ കൂടുതൽ സുഖം ലഭിക്കുന്നത് അക്കാര്യത്തിൽ ആവേശം കൂടും. അതാണ് സ്വക്ഷേത്രത്തിൽ ആയതുകൊണ്ട് എല്ലാവിധ സുഖ സൗകര്യങ്ങളും എങ്ങനെയൊക്കെയുള്ള സുഖം വിചാരിക്കുന്നു, നല്ല സുഖമായാലും ഇച്ചിരി മോശം സുഖമായാലും അതൊക്കെ സാധിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. രാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് ആ സുഖത്തിൽ ലഹരിക്കും ഒരു പങ്ക് വരാം എന്നുള്ളതാണ്. പിന്നെ 7-2 ശനിയും 2-ലെ നീചരാശിയായ മേടത്തിലെ ശനിയുടെ അംശകസ്ഥിതിയും അതും 7-2 ശനി എന്ന് പറയുമ്പോൾ ശനി അത്ര മെച്ചമായ അവസ്ഥയിലല്ല. 2-ാം ഭാവത്തിലെന്ന് പറയുമ്പം ധനം കൊണ്ടും വാക്കുകൊണ്ടും കുടുംബം കൊണ്ടും ഒക്കെ തന്നെ സാമ്പത്തികമായിട്ടായാലും അതുപോലെ കുടുംബക്കാർ തമ്മിലുള്ള ഐക്യത്തെ സംബന്ധിക്കുന്ന കാര്യത്തിലായാലും സംസാര രീതിയിലായാലും പറഞ്ഞ കാര്യങ്ങൾ പാലിക്കാത്ത കാര്യത്തിലായാലും എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് നിഷേധിക്കുന്ന കാര്യം, അങ്ങനെ പല വിഷയങ്ങളും സംഭവിക്കാം. അനാവശ്യമായ ചിലവും ഉണ്ടാകാം. കുടുംബക്കാരുമായിട്ട് ഒക്കെ ചില പ്രത്യേക പ്രശ്നങ്ങൾ, കുടുംബക്കാരുമായിട്ടെന്ന് പറഞ്ഞാൽ അടുപ്പം ഉണ്ടാകത്തില്ല. എന്തെങ്കിലുമൊക്കെ വിഷയത്തിൽ ഒരു നീരസവും അകൽച്ചയൊക്കെ വരാം. പിന്നെ വേറെ കാര്യമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ഈ ആഴ്ച ഇവരുടെ ഒരു പ്രത്യേക സ്വഭാവ രീതിയായിരിക്കും. അത്രമാത്രം ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയൊന്നും ആയിരിക്കത്തില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ വ്യാഴമാണ് ഏറ്റവും മോശമായി നിൽക്കുന്ന ഒരു കാര്യം. ഈ ശനിയുടെ ദോഷമുണ്ടെങ്കിലും വ്യാഴം 6-ാം ഭാവത്തിലും 3-ാം ഭാവത്തിലുമൊക്കെ വരിക, 6-ൽ അംശം ചെയ്ത് നിൽക്കുക, 3-ൽ സഞ്ചരിക്കുന്ന സമയം വരിക, അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യാഴത്തിൻ്റെ ആ ഒരു അനുഗ്രഹം ലഭിക്കുന്നതിന് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുകയും പാൽപ്പായസം കഴിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് വിഷമതയൊക്കെ ഒന്ന് കുറഞ്ഞ് ഒരു നല്ല ആഴ്ചയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.